യഹോമി നമ്മൾ എപ്പിസോഡ് 2 എത്തിയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു കേവ് കണ്ടുപിടിക്കണം, അതിനകത്ത് കുറച്ച് ഡയമണ്ട് കണ്ടുപിടിക്കണം. ഈ വില്ലേജിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ലാത്ത വില്ലേജ്. ബ്ലാക്ക് സ്മിൽറ്റും ഇല്ല. ആ കുറേ കിട്ടിയത് ഒരു അയൺകോളോ പിന്നെ കുറച്ച് ഫുഡും. ഈ വില്ലേജിൽ ബ്ലാക്ക് സ്മിൽറ്റ് ഇല്ലാതെ ഞാനെന്ത് ചെയ്യാണ്? വേറെ വല്ല വേൾഡും കിട്ടിയാൽ മതിയായിരുന്നു. ഇതിനൊന്നും കൊന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കയ്യിൽ 64 ബ്രെഡുണ്ട്. അല്ലെങ്കിൽ വേണ്ട, മറ്റേ ബ്രെഡ് എടുക്കാം, അതാണ് നല്ലത്. ഞാൻ 24 അവിടെ കൊണ്ടുവച്ച് എന്നിട്ട് 64 മണ്ടയ്ക്ക് കൊണ്ടുവച്ച് ഇൻവെൻട്രിയിൽ. ഇനി നമുക്ക് കേവ് കണ്ടുപിടിക്കാൻ പോകണം. കേവ് ഇവിടെ ഒന്നും ഇല്ല. ഇന്നത്തെ നമ്മൾ ഡേ 2 ആയിട്ടുണ്ട് മൈൻക്രാഫ്റ്റ് സീരീസിൽ. നമ്മൾ 100 വീഡിയോസ് അങ്ങനെയല്ല ചെയ്യുന്നത്, വേറെ രീതിയിൽ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേവ് കണ്ടുപിടിക്കാറില്ല. ഇവിടെ ഒന്നും ഒരു സാധനവുമില്ല. ആ കുറേ ഗ്രാസും ഉണ്ട്. വേൾഡ് മൊത്തം ഗ്രാസാണ്. ചില സ്ഥലത്തൊക്കെ ചില ബയോമിൽ മാത്രമേ ഉള്ളൂ ഗ്രാസ് ഇല്ലാത്ത. എന്തുവായിരുന്നു അതിൻ്റെ പേര്? അത് മറന്നുപോയി. എന്തുവായിരുന്നത്? അയ്യോ, സ്വാമ്പ് മറ്റേ ഇതിലല്ലേ, ഇതിലങ്ങനെ എന്തോ പേരായിരുന്നു. എന്തുവായിരുന്നു അതിൻ്റെ പേര്? ഞാൻ പേര് മറന്നു. അതെന്തേലും ആവട്ടെ. നമ്മളങ്ങനെ പുഴ കടന്നു. ഇവിടെയുള്ള ഷുഗർ കെയിനൊക്കെ എടുത്തേക്കാം. നമ്മുടെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് സീരീസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിലാണെങ്കിൽ എൻചാൻറ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ബുക്ക് ഷെൽഫ് ഇല്ലാതെ വന്ന്, അതുകൊണ്ട് അത് ഇപ്പോഴേ എടുത്താൽ അന്നേരം എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറേ ഇതുണ്ട്. 13, 16 17, 18, 19. പിന്നെ എത്ര ഇനി എത്ര എണ്ണം കിട്ടുമോ എന്തോ. നമുക്ക് കേവ് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് മൈനിങ്ങിന് എനിക്ക് വയ്യ. എപ്പോഴും ഞാൻ അതാ ചെയ്യുന്നത്. കൂട്ടത്തിൽ എക്സ്റേ അത് രണ്ടും ആകുമ്പോൾ പിന്നെ പാടാ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്ലെയിൻസാ. ഇനി പ്രീതുള്ള സ്ഥലം അപ്പുറത്ത്. അവിടെ കുറച്ച് ഷുഗർ കെയിനുണ്ട്, അതിനെ പോയി എടുക്കാം. ഇപ്രാവശ്യം നമ്മൾ കോഴീനെയും പന്നീനെയൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു. ഇപ്രാവശ്യം നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് ഫുഡ് നല്ലോണമുണ്ട്. ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ ഒരു കേവും പിന്നെ ഒരു ഡയമണ്ടും. നമുക്ക് ഇതിൽ പേപ്പറൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ 11 പേപ്പറായിട്ടുണ്ട്. ഇനി ഇത് ബുക്കാക്കണം. വേണ്ട, നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് പോവാം. എൻ്റെ കയ്യിൽ ആക്സ് മാത്രമില്ല അയണിൻ്റെ. നമുക്ക് പിക്കാക്സ് മാത്രം മതി. ബാക്കിയെല്ലാം ഡയമണ്ടിൻ്റെ ഉണ്ടാക്കാം. വെറുതെ എന്തിനാ ടൂൾസിൻ്റെ ഡ്യൂറബിലിറ്റി കളയുന്നത്? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വെപ്പണുണ്ട്, സ്പിയർ. അത് ചില സമയത്ത് യൂസ് ചെയ്യാൻ പാടാം. അങ്ങനെ ഈ ഒരു നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അതെ, ഇന്ന് നമ്മൾ ഡേ 2 ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബുക്ക് ഉണ്ടാക്കാം. വേണ്ട, നമുക്കത് പിന്നെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ട് കേവ് ഉണ്ടാക്കണമെന്നല്ല, കേവ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാലേ ഇനി നമുക്ക് ഇനി നമുക്ക് ഉള്ള പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. ഫസ്റ്റത്തെ ഗോള് കേവ്, സെക്കൻഡത്തെ ഗോള് ഡയമണ്ട്. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും നമ്മൾ വീട് പണിയുന്നത്, അല്ലെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡ്. ഏതാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 10ാമത്തെ എപ്പിസോഡിലൊക്കെ ആയിരിക്കും ഞാൻ വീട് പണിയുന്നത്. ഒരു ഉറപ്പുമില്ല, എപ്പോഴെങ്കിലും പണിയും. അതിന് മൈനിങ് ഒക്കെ ചെയ്യുന്ന ബ്ലോക്സൊന്നും ഞാൻ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നില്ല. ഒരു ക്ലാസിക് ഡിസൈന് എന്ന് വെച്ചാൽ നമ്മുടെ വുഡിൻ്റെ അതാവുമ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്, അതുണ്ടാക്കാം. ഇല്ലെങ്കിൽ പാടാ. ഞാൻ യൂട്യൂബിൽ കുറേ ബിൽഡൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് കുറച്ചൊക്കെ അറിയാം. അത് നോക്കി എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്യാം. ഇനി നമുക്ക് അങ്ങനെ അടുത്ത ഐലാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ലാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയെങ്കിലും കേവ് കിട്ടിയാൽ മതിയായിരുന്നു.
നമ്മുടെ മറ്റേ സ്പിയറിൽ ഇതിന് എൻചാൻറ്റ്മെൻ്റ് ഒന്നുമില്ല. വേറൊരു സ്പിയർ ഉണ്ട്, അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് സ്പീഡിൽ പോവും. ആ സ്പിയറിന് ഏതോ ഒരു എൻചാൻറ്റ്മെൻ്റ്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇനി ഞാൻ ബുക്ക് ഉണ്ടാക്കട്ടെ. ബുക്ക് എനിക്ക് ആ ഒറ്റ ബുക്കേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ കയ്യിൽ മറ്റേ ലെതറില്ല, പക്ഷേ ഇതുണ്ട് പേപ്പർ. കഴിഞ്ഞ വേൾഡിനകത്തിൽ എന്തുകൊണ്ട് പേപ്പറില്ലായിരുന്നു, ലെതറുണ്ട്. ഇതിൽ നേരെ തിരിച്ച് ലെതറില്ല, പേപ്പറുണ്ട്. ഓരോ വേൾഡിലും ഓരോ സ്ഥിതിയാണ്. ഇതാണ്ട് അതെന്താ സ്ട്രക്ചർ, ഇതെന്താ സ്ട്രക്ചർ, ഇവനെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലോ എന്താണ് മൈൻക്രാഫ്റ്റിൽ. ഇപ്പോഴാണ് കാണുന്നത് തന്നെ. ഇത് യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്ത് സാധനമാണോ എന്തോ. എങ്ങനെ പോവും, ഒരു ബ്ലോക്ക് എടുത്തിട്ട് പോവാം. ഇതിൻ്റെ പേരെന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ഇതെന്തൊരു ഫുൾ പുകയാ. ഞാൻ ഇതെടുത്തിട്ടുണ്ട്, ഈ ഒരു സാധനം. ഇതെന്താണ്, വായിക്കാൻ പറ്റില്ല എന്താണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് 2-3 അടിച്ചിട്ട് പോവാം. അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒത്തിരി സൗണ്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ സൗണ്ട് എടുത്തിട്ടില്ല ഈ വീഡിയോയിൽ. സൗണ്ട് മ്യൂട്ടാക്കിയിട്ടേക്കുക. എൻ്റെ സൗണ്ടല്ല, മൈൻക്രാഫ്റ്റിൻ്റെ ശബ്ദം. നമുക്ക് ഇവിടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്ഥലത്ത് നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിന് അല്ല സോറി, എന്താണ്, നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കേവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് അവിടോട്ട് പോകണം. മണ്ടയ്ക്കോട്ട് കയറിയിട്ട് എന്താണ് ഇത് ചെയ്യണം. നെതറാക്കോ ഇവിടെ എവിടെയോ ഇതുണ്ട്. എന്തുവാണ് ഇതിൻ്റെ പേര്, നെതർ പോർട്ടൽ. അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ സമയമില്ല. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഡയമണ്ട്. ഫസ്റ്റത്തെ ഗോൾ ഈസ് കംപ്ലീറ്റഡ്. ഞാനെന്തായാലും ഇവിടെ കുറച്ച് സ്റ്റെക്ക് മൈനിങ് ഒക്കെ ചെയ്യാം. ചിലപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്യും. എന്തായാലും ഞാനത് കട്ട് ചെയ്യാൻ പോവാണേ. അല്ല വേണ്ട, ഇപ്പോഴേ കട്ട് ചെയ്യണ്ട. ഞാനില്ലേ ഇവിടെയൊക്കെ കുറച്ച് എന്നെ കിടന്ന് അറ്റാക്ക് ചെയ്യാൻ. ഞാൻ ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്പ് മൈനിങ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഇത് കാണുമായിരിക്കും. സ്കിരുട്ടൻ ഒടുക്കത്തെ ശല്യം തന്നെ. അതാണെങ്കിൽ മണ്ടക്കത്തെ ബ്ലോക്കിൻ്റെ മണ്ടക്ക. അതുകൊണ്ട് എനിക്ക് കൊല്ലാനും പറ്റുന്നില്ല. ഇയർ വെച്ച് അത്രയും കയറുന്നുമില്ല. ഒരു 10,000 ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് തന്നെ മിസ്സായിപ്പോയത് റീസ്പോൺ സെറ്റ് യൂസ് ചെയ്യാനുണ്ടാകും. നമുക്കെന്തായാലും കുറച്ചൊക്കെ സ്റ്റെപ്പ് മൈനിങ് ചെയ്യാം. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ദാണ്ട് ഇവിടെ സ്കെൽട്ടൻ, അതിനെ തീർത്തിട്ടുണ്ട്. ഗൈസ്, ഇത് മറ്റേ എന്ത് വരുന്നത്, മാഗ്മ ക്യൂബിൻ്റെ പകരം വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ട്രാവലൊക്കെ ചെയ്യാം. ഗൈസ്, അയണും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് അടിയിൽ ഡയമണ്ട് എന്തായാലും കാണും. നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ചും കൂടെ സ്റ്റെപ്പ് മൈനിങ് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്യുവാണ്. ഇവിടെ നിന്ന് തുടങ്ങാം. എന്തായാലും കുറച്ച് ബ്ലോക്ക്സ് താഴോട്ട് പോവാം. ഞാൻ ഇവിടോട്ട് മൈൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നടക്കുമോ എന്തോ. ഇങ്ങനെ അങ്ങ് മൈൻ ചെയ്തേക്കാം. എന്തായാലും ഇങ്ങനെ മൈൻ ചെയ്യുന്നതാണ് നല്ലത്. നേരെ മൈൻ ചെയ്താൽ കാണാൻ പറ്റത്തില്ല. ഗൈസ്, ജസ്റ്റ് മിസ്സിന് നമ്മൾ ചത്തില്ല. ഗൈസ്, ഞാൻ ഡയമണ്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ചു. ദാണ്ട് വരുന്നു 2 പൊട്ട സാധനങ്ങൾ. ഞാൻ ഡയമണ്ട് എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സോംബി റെയറാ. എൻ്റെ അമ്മയെ കുട്ടി സോംബി. ഇതിനെ സ്പെയർ വെച്ച് കൊല്ലാൻ പറ്റത്തില്ല. ആക്സില്ലാതെ പോയി. ആ ചെറു സംഭവം, അത് കാരണം ഞാൻ ചത്ത്. ഒരു പന്ന ജീവിയായി ഈ കുട്ടി സോംബി. അത് കാരണം ഞാനും കൂടെ ചത്ത്. ഇനി നമുക്ക് എന്തായാലും വീണ്ടും താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങാൻ ഇനിയും കുറേ ഇറങ്ങാനുണ്ട്.
അതിന് പക്ഷേ ആണെങ്കിൽ ഒറ്റൊരു വിഷയമുള്ളൂ, ഞാൻ നേരെ കുഴിച്ചുകൊണ്ട് അവിടെ ബോക്സ് കിട്ടില്ല. ഇനി അതെന്ത് ചെയ്യും? നമുക്ക് ഈ ഫർണസ് ഇവിടെ വെച്ചിട്ട് അയൺ ഇവിടെ വെച്ചിട്ട് ഉരുക്കാം. അത് ആവുമ്പോഴേക്കെ നമുക്ക് പോയി മൈനിങ് ചെയ്യണോ അത് ഇത് കാത്തിരിക്കണം. പോയി മൈനിങ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ വേണ്ട മൈനിങ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട സ്കെൽട്ടനെ കൊല്ലാൻ പോവാം. അത് ഡിസ്പോൺ ആയിപ്പോയി. അയൺ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം. ഇനി ബാക്കി 2 എണ്ണം ഇരിപ്പുണ്ട്. അത് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു മാപ്പ് ഉണ്ടാക്കിയാലോ? വേണ്ട, മാപ്പ് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എനിക്ക് മാപ്പ് നോക്കി നടക്കാൻ അറിയത്തില്ല മൈൻക്രാഫ്റ്റിൽ. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങണം. എന്താണ്? ചത്തു. ഇനി എന്ത് ചെയ്യും? വഴി മാറിപ്പോയി. ഇത് ഫ്രണ്ടിലെങ്ങാനും കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. മൈനിങ്ങിൻ്റെ സ്ഥലം വെറുതെ ബാക്കിൽ കൊണ്ടുവച്ച് അത് കാരണം മനുഷ്യൻ എപ്പോഴും ചാവുക. എന്താണ് ഫ്രണ്ടിലോട്ട് പോവുക. ഇനി ഞാൻ ഗൈസ് അവിടെ ഞാൻ കുറച്ച് കട്ട് ചെയ്തു. കാര്യം അവിടെ കുറച്ച് പാടായിരുന്നു ഞാൻ എത്താൻ. പക്ഷെ ഞാൻ താഴെയും വീണ്. എന്ത് ചെയ്യും? ഇതാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഡയമണ്ട് ഇരുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഗോൾ ഈസ് കംപ്ലീറ്റഡ്. ഇതാണ്ട് മണ്ടയ്ക്ക് ഒരു ഡയമണ്ട് ഇരിപ്പുണ്ട്, അതും ഇങ്ങെടുക്കണം. ഇനി 3ാമത്തെ ഗോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ജീവനോടെ തിരിച്ചു പോകണം. അതാണ് 3ാമത്തെ ഗോൾ. ആ ഡയമണ്ടും കൂടെ എടുത്തായിരുന്നെങ്കിൽ എനിക്കൊരു അറ്റ്ലീസ്റ്റ് സ്പിയറെങ്കിലും ഉണ്ടാക്കായിരുന്നു. ഓൾറെഡി സ്പിയർ ഉണ്ട്, പക്ഷേ ഒരേ സ്പിയർ തന്നെ യൂസ് ചെയ്യുമ്പോൾ 2ൻ്റെ ഡ്യൂറബിലിറ്റി കുറയും. അപ്പോൾ 2ൻ്റെ ഡാമേജ് കൂടും. അല്ലെങ്കിൽ നമുക്ക് ആക്സോ പിക്കാക്സോ എങ്ങാനും ഉണ്ടാക്കാം ഡയമണ്ടിൻ്റെ. ഈ സോംബി ഒന്ന് അറ്റ്ലീസ്റ്റ് ഡയമണ്ട് എടുക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. ഡയമണ്ട് എടുത്തിട്ട് എന്നെ കൊന്നോ, ഞാൻ കീപ്പ് ഇൻവെൻറ്ററി ഓണാക്കിയിട്ട് വെക്കുക. എനിക്ക് ചത്തിട്ട് വീണ്ടും ഇവിടെ വന്ന് എടുക്കാൻ. ഇനി ആ ഡയമണ്ട് എവിടെങ്ങാണ്ടായിരുന്നു? ഈ ഭാഗത്തെങ്ങാണ്ടല്ലായിരുന്നു. അതാണ്ട് ഞാൻ അവിടെ ഇത് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആകുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് പൊട്ടിക്കട്ടെ. ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കെ നിങ്ങളെന്തായാലും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണം അമർത്തണം. എന്താണ് ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ പോകുക. മണ്ടയ്ക്കോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ്ടിരിക്കുന്നു അവിടെ തിളങ്ങി നിൽക്കുക. അത്രയ്ക്ക് തിളക്കൊന്നുമില്ല. ഈ ഷെയ്ഡർ പാക്ക് ഇട്ടപ്പം ഞാൻ കണ്ടത് ഇതിനെക്കാട്ടും നല്ല ഗ്രാഫിക്സ് ആയിരുന്നു. ഇതെന്തത് ഒരു ഗ്രാഫിക്സും ഇല്ല, ചെറിയ എന്തൊക്കെയോ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഗൈസ് ഞാൻ ആ ഡയമണ്ടും എടുത്ത് മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. അറ്റ്ലീസ്റ്റ് ഇത് 20 മിനിറ്റെങ്കിലും വീഡിയോ ആയിരിക്കും. പിന്നെ അത് കട്ട് ചെയ്ത് ഞാൻ 17 വീഡിയോ ആക്കിയിട്ടുണ്ട്. ഗൈസ് വീഡിയോ അല്ല, ക്ലിപ്പാണ്, എനിക്ക് തെറ്റിപ്പോയതാണ്. നമുക്ക് ഈ ഡയമണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ഇട്ടണേ ഈ ഡയമണ്ട് എന്ത് ചെയ്യണമെന്ന്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ എന്തെങ്കിലും ഉണ്ടാക്കണം. വേണ്ട, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ കുറേ അയണുണ്ട്. ഒരു ഷീൽഡ് ഉണ്ടാക്കണം ആദ്യം. ഷീൽഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. ആ സ്കെൽട്ടൻ വന്ന് തന്നെ കൊല്ലും. എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റിക്സ് ഉണ്ട്. അല്ല, ഞാൻ എന്തിനാ സ്റ്റിക്സ് ആക്കിയത്? നമുക്ക് വേണ്ടിയത് മറ്റേ സാധനമല്ലേ? നമുക്ക് ഒരു സോഡ് ഉണ്ടാക്കിയാലോ? വേണ്ട, അടുത്ത എപ്പിസോഡിൽ നമ്മൾ സോഡായിരിക്കും ഉണ്ടാക്കുന്നത്, ഡയമണ്ടിൻ്റെ സോഡ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ നമുക്ക് സോഡ് ആവശ്യമില്ലെന്ന്? അല്ലെങ്കിൽ വേണ്ട, സോഡ് 3 ടൂൾസ് മതി. പിക്കാക്സ്, ആക്സ്, സോഡ്, ഇതൊക്കെ മതി. ഇനി ഈ വുഡും കൂടെ എടുക്കണം. ഈ വുഡും കൂടെ എടുത്താലേ കാര്യം നടക്കത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട് പ്ലാങ്ക്സ്. ഇനി ഒരു ഷീൽഡ് ഉണ്ടാക്കാം. നല്ല 2 ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെടുത്ത് നമുക്ക് വയ്ക്കാം. എന്തായാലും നമുക്കൊരു ഷീൽഡ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബുക്ക് ഉണ്ടാക്കാം. പേപ്പർ.
നേരത്തെ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബുക്ക് എടുക്കാം. ബുക്ക് ബുക്ക് ഷെൽഫ്. അങ്ങനെ ബുക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡെഡ് ആവണം. അന്നേരം നമ്മൾ ഒറിജിനൽ സ്പോൺ പോയിന്റിലെത്തും. അവിടെ നിന്ന് കുറച്ച് പോയാൽ നമുക്ക് വില്ലേജ് കിട്ടും. അതല്ലേ നല്ലേ? വില്ലേജ് ആകുമ്പം എന്താണ് കുറച്ചെങ്കിലും ലൂട്ടൊക്കെ വയ്ക്കാനും പിന്നെ കുറച്ച് വുഡൊക്കെ എടുക്കാൻ പറ്റും. അത് തന്നെ. നമുക്ക് ഇവിടെ നിന്നൊന്ന് പോയി ചാവണം. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ എങ്ങനെ ചാവും? അല്ലേ വേണ്ട, ഞാനിതിനെ ചാവുന്നേ. ഇതാണ്ട് ഇവിടെ ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഗൈസ്, അവിടെ എന്തൊരു സാധനം കണ്ടില്ലേ നിങ്ങൾ? ഇത് നമ്മൾ മറ്റേ വില്ലേജ് ഉണ്ടാക്കാൻ വില്ലേജ് കണ്ടുപിടിക്കാൻ വന്നപ്പം എന്തുവാണ് ചെയ്തൊരിതല്ലേ. അപ്പോൾ നമ്മുടെ റീസ്പോൺ സെറ്റിൻ്റെ അടുത്ത് തന്നെ, റീസ്പോൺ സെറ്റ് അല്ല, വില്ലേജിൻ്റെ അടുത്ത് തന്നെ. ഇതുകൊണ്ട് വില്ലേജ്, അങ്ങനെ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ്ട് മണ്ടയ്ക്കൊരു ചെറി ബ്ലോസം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെറി ബ്ലോസമിൻ്റെ ഇച്ചിരിയൊക്കെ ഡിസൈൻ കാണും എന്താണ് നമ്മുടെ വീടിന്. ഇനി നമുക്ക് എന്തായാലും വില്ലേജും കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വില്ലേജും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണം. അതിനു മുന്നേ നമ്മൾ എന്തിപ്പോൾ ഉണ്ടാക്കും? നമുക്ക് ഈ പ്ലാങ്ക് എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ കണ്ട അയൺ ഗോളത്തിനെ ഞാൻ കണ്ടേ. തോന്നിയതായിരിക്കും. അതാ ലാമയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയൺ ഗോളമെന്ന് വിചാരിച്ചു. പോയി. ഇനി നമുക്ക് ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ വില്ലേജേഴ്സ് വന്ന് എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. ഗൈസ്, അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളത്തെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.